ലൈംഗിക ആരോപണ വിവാദങ്ങൾക്കിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് സ്വന്തം മണ്ഡലമായ പാലക്കാടെത്താൻ സാധ്യത. വിവിധ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള നീക്കവുമായി ഷാഫി പറമ്പിൽ അനുകൂല വിഭാഗം നേതാക്കൾ രംഗത്തുണ്ട്. രാഹുൽ മണ്ഡലത്തിൽ എത്തിയേക്കുമെന്ന വിവരങ്ങൾക്കിടെ MLA ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകും. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ പ്രതിഷേധം തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. വനിതാ പ്രവർത്തകരും പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത്, ഇതിനകം തന്നെ VK ശ്രീകണ്ഠനെ പോലെയുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് മണ്ഡലത്തിൽ പരിപാടികളിൽ പങ്കെടുക്കാൻ MLA എന്ന നിലയിൽ അദ്ദേഹത്തിന് യാതൊരു തടസ്സവുമില്ല എന്ന് പറയുന്നു. എന്നാൽ ഇപ്പോൾ BJP പ്രതിഷേധവുമായി രംഗത്ത് വന്നതാണ് ശ്രീജിത്തിൻ്റെ പിൻഭാഗത്ത് കാണുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പറയൂ. തീർച്ചയായും SKN BJPയുടെ പ്രതിഷേധം അതിരാവിലെ തന്നെ പുലർച്ചെ 6 മണിയോടുകൂടി തന്നെ BJPയുടെ പ്രതിഷേധം ആരംഭിച്ചു. BJPയുടെ ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളും അതുപോലെ തന്നെ നഗരസഭാ കൗൺസിലർമാരും അടക്കമുള്ള ആളുകളാണ് ഈ പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തുള്ളത്. BJP നേതാക്കൾ ഈ തൊട്ടടുത്ത മേഖലയിൽ, രാഹുലിന്റെ ഓഫീസാണ് നമ്മൾ ഈ കാണുന്നത്, ഈ മേഖലയിൽ ചില ബോർഡുകളൊക്കെ പതിച്ചിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാട്സപ്പ് ചാറ്റ് എന്ന തരത്തിലാണ് ഇത്തരത്തിൽ ബോർഡുകളൊക്കെ അവർ പതിച്ചിട്ടുള്ളത്. കൃത്യമായ രീതിയിൽ രാഹുൽ വാട്സപ്പിൽ ചാറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്ത് പെൺകുട്ടികളെ അടക്കം പീഡിപ്പിച്ചുവെന്ന ആക്ഷേപമാണ് ഉയർത്തുന്നത്. എന്തായാലും BJPയുടെ നേതാക്കൾ പ്രതിഷേധം തുടരുകയാണ്. പോലീസ്, നമ്മളെല്ലാവരും വന്നതിനു ശേഷം പോലീസും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. BJPയുടെ നേതാക്കൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ പ്രതിഷേധവുമായി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താണ്? MLA എന്തായാലും എത്തിയിട്ടില്ല എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. 1 മാസമായി അല്ലേ? MLAക്ക് നിയമസഭയിൽ കയറാൻ പറ്റി. അവിടെ ഇടതുപക്ഷവുമായിട്ട് രഹസ്യധാരണ ഉണ്ടാക്കിയിട്ട് കയറാൻ പറ്റി. അതേ ധൈര്യത്തോടുകൂടി MLA പാലക്കാട് വരാമെന്ന് സ്വപ്നം കാണണ്ട. ഇവിടെ BJP ഉണ്ട്. BJP സന്ധിയില്ലാത്ത സമരമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു തരത്തിലുള്ള ഒത്തുതീർപ്പുമില്ല. പാലക്കാടിലെ ജനങ്ങളുടെ അഭിലാഷമാണ് ഇത്തരത്തിലൊരു ഹാബിച്വൽ ഒഫൻഡറായിട്ടുള്ള ഒരു കുറ്റവാളി പാലക്കാടിന്റെ MLA സ്ഥാനത്ത് ഇരിക്കരുത് എന്നത് BJPയുടെ പ്രഖ്യാപിത നിലപാടാണ്. അത് ധിക്കരിച്ചുകൊണ്ട് പാലക്കാട് വന്ന് സ്വൈരവിഹാരം നടത്താമെന്ന് രാഹുൽ സ്വപ്നം കാണണ്ട. അതിശക്തമായിട്ടുള്ള ജനകീയ പോരാട്ടം തുടങ്ങും. തുടരാനുള്ള പരിപാടിയാണോ? ഇവിടെ തന്നെയാണ്. MLA എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയൊക്കെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. ഇതൊരു തുടക്കം മാത്രമാണ്. എത്തിയിട്ടില്ലെന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്. എത്തിയാൽ പാലക്കാട് കാലത്ത് അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സമരമാണ്. തീർച്ചയായും അതാണ് പറയുന്നത്. BJPയുടെ നേതാവ് മിനി കൃഷ്ണകുമാർ അടക്കം നമ്മോടൊപ്പം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആണ്. സമരം തുടരുമെന്ന് തന്നെയല്ലേ? അതെ, സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. അതായത് പറഞ്ഞത് ചെയ്യുന്ന പ്രസ്ഥാനമാണ് ഭാരതീയ ജനതാ പാർട്ടി എന്ന് ഞങ്ങൾ തെളിയിക്കും. ഇന്നലെ VK ശ്രീകണ്ഠൻ അവർ ഇന്നലെ മാധ്യമങ്ങളാണ് പുകമറയത്ത് ജനങ്ങളെ നിർത്തുന്നതെന്നുള്ള ദുരാരോപണം ഇന്നലെ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ നമുക്കറിയാം, സമീപകാലത്ത് വന്ന് ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളെല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെ എല്ലാവരും കണ്ടതാണ്. ഇന്ന് കേരളത്തിലെ പ്രത്യേകിച്ച് പാലക്കാട്ടെ സ്ത്രീജനങ്ങൾ എന്ത് ധൈര്യത്തോട് രാഹുൽ ഇവിടെ ഇല്ല, ഈ പ്രദേശത്തില്ല, പിന്നെ ഇങ്ങനെ ഒരു സമരത്തിന്റെ ആവശ്യം എന്താണ് എന്നാണ് ഒരു വിഭാഗം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതാ ചോദിക്കുന്നവർ തന്നെ അധാർമികമായി അതിന് ഉത്തരം പറയേണ്ടതാണ്. ഇന്ന് പാലക്കാടത്തെ സ്ത്രീജനങ്ങൾ എന്ത് ധൈര്യത്തോടു കൂടിയാണ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഒരു MLA എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ഒരു സമരം തീർച്ചയായിട്ടും സമരം തുടരുമെന്നാണ് BJPയുടെ നേതാക്കളും പ്രവർത്തകരും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ, ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്, ആ മേഖലയിൽ അതിരാവിലെ തന്നെ BJP പ്രവർത്തകർ എത്തുന്നു. അവർ ഇത്തരത്തിൽ വലിയൊരു ഉപരോധം തീർക്കുന്നു. ഏതാണ്ട് 10-25 പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, എങ്കിലും കൂടുതൽ പ്രവർത്തകർ വരുമെന്നാണ് പറയുന്നത്. എന്തായാലും സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. തൊട്ടപ്പുറത്ത് വാഹനമടക്കം സജ്ജീകരിച്ച് നിർത്തിയിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാൻ അവരും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഫോഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് പോയിട്ട് ഏതാണ്ട് ഒരു മാസം പിന്നിടുകയാണ്. അത് തന്നെയാണ് ഈ ഒരു സമരത്തിന്റെ ഒരു കാര്യവുമെന്നാണ് BJP നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ശ്രീജിത്ത് ശ്രീകുമാരനാണ് പാലക്കാട്. നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസ് വളഞ്ഞിരിക്കുകയാണ്. നമ്മുടെ കുറച്ച് BJP പ്രവർത്തകർ എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.